കോൺഗ്രസ്സുകാർ തമ്മിലുള്ള അടിയല്ല കേട്ടോ, അടിയൊന്നുമല്ല, ആര് മുഖ്യമന്ത്രിയാവണം എന്നതിനെ കുറിച്ചുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തിക്കയറുകയാണ്. മുഖ്യമന്ത്രി സ്വപ്നം. കോൺഗ്രസ് നേതാക്കൾ ഓടുന്ന ബസ്സിൽ ഓടുന്നു എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ ഓടുന്ന ബസ്സിൽ ഓടുന്നു. ഓടുന്ന ബസ്സിൽ ചാടിക്കയറാം, പക്ഷെ ഓടുന്ന ബസ്സിൽ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഓടുന്ന ബസ്സിൽ ഓടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെയാണ് അനീഷ് ജേക്കബിന്റെ സ്റ്റോറി. വോട്ടെല്ലാം പെട്ടിയിലായി, ഫലം വരാൻ ദിവസങ്ങൾ ഇനിയുമുണ്ടെന്നിരിക്കെ കോൺഗ്രസ് നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുള്ള ഓട്ടത്തിലാണ്. ഓടുന്ന ബസ്സിൽ കയറി ഓടുന്നതിന് സമമാണിത് എന്നാണ് പറയുന്നത്. ഓടുന്ന ബസ്സിൽ കയറി ഓടുന്നതിന് സമമാണിത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രചാരണം. നേതാക്കൾ നേരിട്ടിറങ്ങുന്നില്ല എങ്കിലും തേനീച്ചക്കൂട്ടിലെ പരിശ്രമശാലികളെ പോലെ അണികളാണ് അധ്വാനികൾ. അണികളെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ നേതാക്കളാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്, എല്ലാവർക്കും അറിയാം. സൈബർ ഇടമാണ് അഭിപ്രായ രൂപവൽക്കരണത്തിനുള്ള പ്രധാന വേദി. വേണുഗോപാലിനെ കുറിച്ച് ജനനായകൻ എന്ന പേരിൽ AI വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ഒട്ടും അമാന്തിച്ചില്ല. രമേശ് ചെന്നിത്തലയെ ജനനായകനാക്കിയുള്ള ഡോക്യുമെന്ററി അദ്ദേഹത്തിന്റെ അനുയായികളും ഇറക്കി. വേണുഗോപാലിനെ കുറിച്ചുള്ള ഹ്രസ്വചിത്രത്തിന്റെ ചിത്രീകരണം ഏതാണ്ട് പൂർത്തിയായി എന്നാണ് സൂചന. നിലപാടുകളുടെ രാജകുമാരൻ എന്ന നിലയിലാണ് വി ഡി സതീശനെ അനുയായികൾ സമൂഹ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്നത്. എങ്കിലും സൈബർ യുദ്ധത്തിൽ സതീശൻ പിന്നോക്കമാണ്. എന്താണെന്നറിയില്ല, വി ഡി സതീശൻ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്, മുഖ്യമന്ത്രി കസേര കിട്ടുക അത്ര എളുപ്പമല്ല. കാരണം വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന ഈ MLA മാർ, ജയിച്ചു വരുന്ന എത്ര പേര് ജയിച്ചു വരും എന്നുള്ളത് വോട്ടെടുപ്പിന് ശേഷം നമുക്ക് കാണാം. ഈ ജയിച്ചു വരുന്ന MLA മാർ അല്ലെങ്കിൽ മത്സരിക്കുന്ന MLA മാരിൽ തന്നെ വളരെ ന്യൂനപക്ഷം മാത്രമേ വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നുള്ളൂ. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും മഹാഭൂരിപക്ഷവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. ഇനിയിപ്പം വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് കൊണ്ട് തന്നെ സതീശ പക്ഷത്തും ചെന്നിത്തല പക്ഷത്തും ഒക്കെയുള്ള MLA മാർ കൂടി ഇപ്പോൾ പതുക്കെ സതീശൻ പക്ഷത്തേക്ക് കാലുമാറുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇനി കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനമാക്കി രമേശ് ചെന്നിത്തല പോഡ്കാസ്റ്റ് തുടങ്ങുകയാണ്. ട്രയൽ കഴിഞ്ഞ ദിവസം നടന്നു. ലോൺ ആപ്പ് കെണിയിൽ വീഴുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പോഡ്കാസ്റ്റിൽ ചർച്ച ചെയ്യുന്നു. അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ കഴുത്തറപ്പൻ പലിശക്കാരെ പിടിക്കാൻ നടപ്പാക്കിയ ഓപ്പറേഷൻ കുബേരയെ കുറിച്ചും എടുത്തു പറയുന്നുണ്ട്. അത് വളരെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു ഓപ്പറേഷൻ കുബേര. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ചെന്നിത്തലയുടെ ഒരു നോവൽ അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. ലോക്സഭ, രാജ്യസഭ, നിയമസഭ തുടങ്ങിയ വേദികളിൽ KC വേണുഗോപാൽ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരം ഉടൻ പ്രസിദ്ധീകരിക്കും. ക്രൈസ്തവ വേദികളിൽ വി ഡി സതീശൻ നടത്തിയ പ്രസംഗങ്ങളുടെ സമാഹാരവും അണിയറയിൽ ഒരുങ്ങുന്നു. ഇതിന്റെ സതീശനെ പിന്തുണയ്ക്കുന്നെന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വേണുഗോപാലിനെതിരെ വന്ന പരാമർശങ്ങളുടെ സ്ക്രീൻഷോട്ടും പാർട്ടിക്കാർക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന മറുപടിയാണ് നേതാക്കളെല്ലാം ചോദ്യങ്ങൾക്ക് നൽകുന്നത്. എങ്കിലും അണികളെ നിയന്ത്രിക്കാൻ ആരും മുതിരുന്നില്ല എന്നതാണ് കൗതുകം. എല്ലാവരും പറയുന്നത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക. പക്ഷേ ഈ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചർച്ച നടത്തുന്നത് അണികളാണ് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യക്ഷത്തിൽ അണികളാണ്, പക്ഷെ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഈ 3 നേതാക്കന്മാർ തന്നെയാണ്. അപ്പൊ ഏതായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് അത്രയൊന്നും എളുപ്പമാകില്ല എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ വാർത്തകളൊക്കെ. ഇനി KC വേണുഗോപാൽ പറയുന്നു, മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രി ചർച്ചകളോട് താല്പര്യമില്ല. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ എന്നും തനിക്ക് അതിനോട് താല്പര്യമില്ല, തനിക്ക് മുഖ്യമന്ത്രി കസേരയോട് താല്പര്യമില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ല എന്ന് KC പറയുന്നില്ല. പകരം എന്താണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ചർച്ചകളോട് തനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ KC വേണുഗോപാൽ പറയുന്നുള്ളൂ. അപ്പം KC വേണുഗോപാൽ ഹൈക്കമാൻഡ് ഒരാളെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തായാലും KC തന്നെ ആവണല്ലോ, അല്ലെ? KC തന്നെ ആവുമല്ലോ. ഇനി മുഖ്യമന്ത്രിക്കായി രക്ഷാപ്രവർത്തനം, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ കേസ്. ഈ മുഖ്യമന്ത്രിക്കായി രക്ഷാപ്രവർത്തനം നടത്തിയല്ലോ, അതായത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ രക്ഷാപ്രവർത്തനം, അതായത് നവകേരള സദസ്സും നവകേരള യാത്രയൊക്കെ നടത്തിയപ്പോഴാണ് കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവനും ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന അംഗങ്ങൾ മാരകമായി മർദ്ദിച്ചത് നമ്മൾ കണ്ടതാണ്. ചെടിച്ചട്ടി കൊണ്ട് പിന്നെ ഹെൽമറ്റ് കൊണ്ടൊക്കെ തലയടിച്ച് പൊട്ടിക്കുകയായിരുന്നു, അല്ലെ? അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും ഭരണം മാറുകയാണ്. രക്ഷാപ്രവർത്തനം നടത്തിയ ആൾക്കാർക്കൊക്കെ മുഖ്യമന്ത്രി നേരത്തെ പിണറായി വിജയൻ എന്ത് ചെയ്തു, ഇവർക്ക് ആവശ്യമായ സ്ഥാനക്കയറ്റങ്ങളൊക്കെ നൽകി ഇവരെ ആദരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശരിയാക്കി തരാം, നിങ്ങളുടെ രക്ഷാപ്രവർത്തനമൊക്കെ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കോമിയിലാണ്
രക്ഷാപ്രവർത്തനമല്ല, തലമണ്ടടിച്ച് പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ ഈ സുരക്ഷാ സേനാംഗങ്ങൾക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ ഭീഷണി. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിന്നെയൊക്കെ നമ്മൾ ശരിയാക്കി തരാം, നിന്റെ തലയായിരിക്കും, അന്ന് ചെടിച്ചട്ടിയും ഹെൽമറ്റും നേരിക്കില്ല, അതിന് പകരം നിങ്ങൾക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഭീഷണികൾ. കോൺഗ്രസ് KSU പ്രവർത്തകർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തുന്നു എന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ സൈബർ കേസ് എടുത്തുട്ടോ. പൊട്ടക്കുളം സ്വദേശി S സന്ദീപിന്റെ പരാതിയിലാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പ്രതികളാക്കി സൈബർ പോലീസ് കേസെടുത്തത്. നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധമുണ്ടായപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സന്ദീപ്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് നേരിട്ടിരുന്നു. ഇത് രക്ഷാപ്രവർത്തനം എന്നായിരുന്നു മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ സന്ദീപിന്റെ ചിത്രവും വെച്ച് ഒട്ടേറെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ ഭീഷണികൾ ഉയർന്നിരുന്നു. ഇവനാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ തെമ്മാടി എന്ന തരത്തിലും ഭീഷണി ഉണ്ടായിരുന്നു. കണക്ക് തീർക്കുമെന്നും മുതലും പലിശയും ചേർത്ത് തിരിച്ചു നൽകുമെന്നും ഭീഷണികൾ ഉയർന്നിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകർപ്പം പറയുന്നത്, എടാ നിനക്കൊക്കെ മുതലും പലിശയും ചേർത്ത് തിരിച്ചു തരാമെന്നാണ് പറയുന്നത്.